ഹലോ ഗായ്സ്, വെൽക്കം ടു ദിസ് വ്ളോഗ്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, മൈക്ക് വർക്കാവാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ വോയിസ് ഓവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നിന്നിട്ട് എന്താണ് അവിടെ നിന്ന് പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാനിപ്പോൾ എൻ്റെ ഐഡിയയിൽ പറയുന്നതാണ്. നമ്മളൊരു ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കാർസുകളുടെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓരോ കാറിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് തരാൻ പറ്റും. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 7 കാറോളം നമ്മൾ നിങ്ങളെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആലോ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇനി അടുത്ത ഷോട്ടിൽ നമ്മളൊരു 4 അട്രാക്റ്റീവായിട്ട്, അതായത് നല്ല മോഡൽ കൂടിയ കിട്ടില്ല വണ്ടികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നല്ല അട്രാക്റ്റീവായുള്ള കളർ ഒരു വണ്ടി കണ്ടപ്പോഴാണ് ഞാൻ ഇതുമ്മ കയറിയത്. ഇത് കെയർലൈറ്റ് വണ്ടിയാണ്. അമലേട്ടാ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. 2020 മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ മൈലേജ് എത്ര കിട്ടാവും ഇതിന്? മൈലേജ് നമുക്കൊരു 14 മൈലേജ്, 14-15. ഇതൊരു ശരിക്കും ഫസ്റ്റില് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടുവന്നാൽ ഈ വണ്ടി മേടിക്കാം? ഇതൊരു ഓൾമോസ്റ്റ് ഇതിനൊരു 80-85% ലോൺ പാസ്സായി കിട്ടും. ഇതിന്റെ വില എന്ന് പറയുന്നത് എത്ര? ഇത് വില വരുന്നത് നമുക്കൊരു 495. 495. അപ്പൊ അറൌണ്ട് ഒരു 50 രൂപ തൊട്ടൊരു 1 രൂപയുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. ഓക്കെ. ഇനി അടുത്തത് 750 സിബിൽ സ്കോറിന് ചിലപ്പോൾ ഒരു 90-95% വരെ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. നിങ്ങളൊരു ബേസിക് ഫാമിലി എക്കണോമിക് കാർ നോക്കണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് കാർ, കളർ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇതിന്റെ എവിടെ കൊണ്ടിട്ടാലും ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടവാഹനം തന്നെയായിട്ടുള്ള ഇന്നോവ. അതായത് ഇത്ര വലുപ്പം ഉണ്ടെങ്കിലും ഒരു കാരണവശാലും ഓടിക്കുന്ന ആൾക്കും കൊണ്ടുനടക്കുന്ന ആൾക്കും വലുപ്പം ഫീൽ ചെയ്യാത്തൊരു വണ്ടിയാണ് ഇന്നോവ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഒരുപാട് ഫാൻ ബേസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാം. ഇത് 2015 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത്. ഇത് 2015 ഫാൻസി നമ്പർ ഉണ്ട് 5577. 5577 ആണ് വരുന്നത്. അത് കെയർലൈറ്റില് സിംഗിൾ ഓണർ വരുന്നത്. അത് ഭയങ്കര റയർ ആണ്. കെയർലൈറ്റ് രജിസ്ട്രേഷനിൽ, തൃശ്ശൂർ രജിസ്ട്രേഷനിൽ ഒരുപാട് പേര് വണ്ടി നോക്കുന്നതാണ്. അതിൽ സിംഗിൾ ഓണർ വണ്ടി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റയർ ആണ്. ബക്കറ്റ് സീറ്റ് വരണാണ്. ഇത് ഏത് ഓപ്ഷൻ വരണേ? ഇത് ഓപ്ഷൻ വരുന്നത് ജി ആണ് വരുന്നത്. ജി, അതായത് റൂഫ് എസി ഉണ്ടല്ലേ വരാ? ഓക്കെ. ടയർ കണ്ടീഷൻ ഒക്കെ അത്യാവശ്യം ഉണ്ട് അല്ലേ? അതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ആവറേജ് ടയർ ആണല്ലോ കേട്ടോ, ഫുൾ ബട്ടൺ ടയർ അല്ല, ആവറേജ് ടയർ. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര? ഇത് 10 ലക്ഷം. 10 രൂപ. അപ്പൊ ഇതിന് IDV എത്ര ഉണ്ടെന്ന് അറിയോ? IDV ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര, അതായത് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ലോണൊക്കെ കിട്ടും. ചാൻസ് ഉണ്ടല്ലേ? ശരി. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നോവയുടെ കാര്യം. ബക്കറ്റ് സീറ്റ് ആണ്. നിങ്ങൾക്ക് വണ്ടി കാണണമെങ്കിൽ തൃശ്ശൂർ വന്നാൽ മതി. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് തരാം. അടുത്തത് ഒരു മാറ്റ് ബ്ലാക്ക് കളർ. ഇത് കമ്പനി വരുന്ന മാറ്റ് ബ്ലാക്ക് അല്ലേ, വേറെ അടിച്ചല്ലോ? ഫുൾ ഓപ്ഷനിൽ വരുന്ന കളറാണ് വരുന്നത്. എക്സ് ലൈൻ എന്നുള്ളൊരു വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ. ഇത് തൃശ്ശൂരുള്ള ഷോറൂം ആയതുകൊണ്ട് തന്നെ കൂടുതലും തൃശ്ശൂർ റേഞ്ചിലുള്ള വണ്ടികളാണ് വന്നിട്ടുള്ളത്. കാരണം 45 കെയർലൈറ്റ് 45 എന്ന് പറയുന്നത് തൃശ്ശൂർ അടുത്ത് എടുക്കുന്ന ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഇതൊരു വെറൈറ്റി കളറാണ്. ഇത് അധികം കണ്ടിട്ടുണ്ട് ഞാനിത് ഒരുപാട്. പക്ഷെ മാറ്റ് ബ്ലാക്ക് ആണ്. ഇത് യൂസ്ഡ് മാർക്കറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മുടെ അടുത്ത് കിടക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ തരാം. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 1190 റേറ്റ് വരുന്നത്. 2022 മോഡല്. പെട്രോൾ ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരുന്നത്. കിലോമീറ്റർ എത്ര പറഞ്ഞു? കിലോമീറ്റർ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 12,000 കിലോമീറ്റർ. അതായത് ഈ ഒരു ഷോറൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന മിക്ക വണ്ടികളും വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ സെലക്ട് ചെയ്തിട്ടാണ് ഇവരിവിടെ ഇടുന്നത്. സോ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാലും ഇതേപോലത്തെ കാറ്റഗറിയിൽ മറ്റു വണ്ടികളായാലും ലോ കിലോമീറ്ററും ഓണർഷിപ്പ് അധികം ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരുപാട് യുവാക്കൾ അന്വേഷിച്ച് നടക്കണം നമ്മുടെ പോളോ ജിട്ടിലേക്ക് പോകാം. കാരണം ഇത് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് നടക്കുന്നത് പോളോ ജിട്ടി എവിടെയുള്ളത് നോക്കിയിട്ട്, കാരണം അതിന്റെ വീഡിയോസിന് വേണ്ടിയിട്ട്. സോ ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. KL75 ഇതും നമ്മുടെ തൃപ്രയാർ രജിസ്ട്രേഷൻ തൃശ്ശൂർ രജിസ്ട്രേഷനിൽ തന്നെയാണ് കിടക്കണേ. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് 2021 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 58,000 കിലോമീറ്റർ ഓടിയ പോളോ GT വൈറ്റ് കളർ KL75, അതായത് തൃശ്ശൂർ രജിസ്ട്രേഷനിൽ തന്നെ വരുന്ന തൃപ്രയാർ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. ഇത് ഡോക്ടർ യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. വെറുതെ സ്റ്റിക്കർ ആണോ? സ്റ്റിക്കർ അല്ല, ഒറിജിനൽ ഓണർ ഡോക്ടർ തന്നെയാണ്. സ്റ്റിക്കർ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇപ്പൊ പറയണില്ലേ പണ്ടത്തെ പോലെ. ഇതിപ്പോ അത് ഭയങ്കര ട്രോളായി തുടങ്ങി. അതുകൊണ്ട് ഡോക്ടർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ യൂസ്ഡ് ക്രെയിൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പ്ലെയിൻ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇത് RC ചെക്ക് ചെയ്തറിയാം. ഇത് പ്രൊഫഷണലി ഒരു ഡോക്ടർ ഉപയോഗിച്ചിരുന്ന വണ്ടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ വേറെ ടെൻഷൻ വേണ്ട. പിന്നെ സിംഗിൾ ഓണർ KL75 പോളോ GT. ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ. ഇനി അടുത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് ക്രെറ്റ 2000. ഇത് ഏതാ മോഡല് ബ്രോ? 2018 രജിസ്ട്രേഷൻ. 2018 മോഡല് വൈറ്റ് കളർ ഫേസ് ലിഫ്റ്റ് സെക്കൻഡ് ഫേസിൽ വരുന്ന വണ്ടി അല്ലേ? അതെ. 2018 മോഡല്. അതായത് ഫേസ് ലിഫ്റ്റ് വരുന്നത് 2018 പഴയ മോഡലും വരുന്നുണ്ട്, പുതിയ മോഡൽ. കുറച്ചുകൂടി ഫേസ് കുറച്ചുകൂടി ലുക്ക് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ്, അലോയ് വീല്, പിന്നെ ഡ്രൈവർ സീറ്റ്,
ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ 1423 ഇതാണ് ഇതിന്റെ നമ്പർ. 1234 ആണ് ഈ പരിചയം. ആ നമ്പർ കിട്ടി ഫാൻസി നമ്പറിന് അവർ ട്രൈ ചെയ്തിരുന്നുണ്ട്. കണ്ട 1423 ആണ്. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടെങ്കിൽ 1234 ചിലപ്പോൾ കിട്ടിയാനെ. പക്ഷെ അതിന് ഭയങ്കര റേറ്റ് വരുന്നോണ്ടായിരിക്കും അവരത് വേണ്ട വെച്ചാൽ. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടി. കിലോമീറ്റർ വരുന്നത് 82,000 കിലോമീറ്റർ. 82,000 കിലോമീറ്റർ ആകൂടില്ല കണ്ടില്ലേ? പെട്രോൾ മാനുവൽ. അപ്പൊ ഇവിടുത്തെ എല്ലാ വണ്ടികളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ലോ കിലോമീറ്റർ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ കിലോമീറ്റർ ഓട്ടം അതിന്റെ ഓണർഷിപ്പും ആണ്. ഈ രണ്ട് കാര്യത്തിൽ ഇവിടെ ഇപ്പൊ കണ്ട എല്ലാ വണ്ടികളുടെയും കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടൊക്കെ എടുക്കണം. ഇനി അടുത്തത് നമുക്ക് MG ഹെക്ടർ KL 64 ഇതും ചാലക്കുടി അങ്കമാലി ചാലക്കുടി രജിസ്ട്രേഷനിൽ. അപ്പൊ തൃശ്ശൂർ തന്നെയാണ് വരുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ്. ഇത് 2022 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ. അതെ. പിന്നെ ഇതിന്റെ കളർ ശരിക്കും ബ്രൗൺ ഇത് ഒരു ബ്രൗൺ ഒരു മെറൂൺ റെഡ് മെറൂൺ ലൈനിലെ കളറാണ്. പക്ഷെ ഇത് ഈ പറയുന്ന MG ഹെക്ടർ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കളറാണ് ഇങ്ങനത്തെ മോഡൽ. പ്രീമിയം ടച്ച് വരുന്ന ഒരു കളർ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ സൺറൂഫും ഇത് ഏറ്റവും ടോപ്പ് മോഡലാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ഇതിന്റെ ടയർ കണ്ടീഷൻ ഞാൻ നോക്കിയപ്പോ ഒരു 80% 90% ടയർ ഉണ്ട്. 7707 ഇതാണ് ഈ നമ്പർ. അപ്പൊ 37 കൂട്ടിക്കഴിഞ്ഞാൽ 21 213 ഐശ്വര്യമുള്ള നമ്പർ. നമ്മളൊരു കാർ മേടിക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടി വെക്കണ പരിപാടികളൊക്കെ പലർക്കും ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ആപ്റ്റ് ആണ്. ഇനി അടുത്തത് ക്രെറ്റ 22 KL 47 333 ആണ് വരുന്നത്. ഇതിന്റെ ഓണർഷിപ്പും കിലോമീറ്റർ എന്ന് പറഞ്ഞുതരും. ഇത് സിംഗിൾ ഓണർ ആണ് വരുന്നത്. 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇത് 6,000 ഓടിയിട്ടുള്ളൂ. 15,80 പ്രൈസ് വരുന്നത്. 15,80. അപ്പൊ ഇതിന്റെ ഓണർ ഇത്രയും ലോ കിലോമീറ്റർ കൊടുക്കാൻ കാരണം പുള്ളി തന്നെ അറിയാനാണ്. അപ്പൊ അതുകൊണ്ട് ആള് പോവാൻ തീരുമാനിച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും. സോ ഇതാണ് ഇത്. ഇനി ലാസ്റ്റ് ഈ സെയിം മോഡൽ വണ്ടിയുടെ വേറൊരു കളറും എന്നാൽ അതിൽ ഇത് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 10-60 രൂപ വരാൻ ചാൻസ് ഉണ്ട് ഈ അലോയ്ക്കില്ലേ. നല്ല റേറ്റ് വരുന്ന മോഡൽ അലോയ്സിന്റെ വണ്ടി കാണാൻ ജാതി ക്യൂട്ടായിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയൂ. ഇത് 2021 മോഡല്. ഇത് സിംഗിൾ ഓണർ ആണ്. 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 266 അല്ലേ? 266 ആണ് വരുന്നത്. ഇത് ബേസ് വേരിയന്റ് ആണ് വരുന്നത്. ബേസ് മോഡൽ ബേസ് എടുത്തിട്ട് ഒരുവിധം അല്ലാതെ ഇതിൽ കയറ്റിയിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം വരെ കയറ്റിയിട്ടുണ്ട്. സബ്ബൊക്കെ കയറ്റിയിട്ടുണ്ട്. കാണാൻ ഭയങ്കര രസമായിട്ട് വണ്ടി. ശരിക്കും ഈ ഫുൾ ഓപ്ഷൻ എടുക്കുമ്പോ ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ളതുകൊണ്ടാണെന്നറിയില്ല ഈ വണ്ടിനെ കാണാനൊരു ഭംഗി കൂടുതൽ. അതായത് ഈ യൂത്ത് ടൈപ്പ് ആണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ലുക്കിലാണ് കിടക്കണേ. പക്ഷെ താരതമ്യേന മോഡൽ കൂടുതലും കാര്യങ്ങളൊക്കെ ഇതിലാണെങ്കിലും കുറച്ച് ലുക്ക് വൈസ് ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് ഇറക്കിയിട്ടുള്ളത് കൊണ്ട് വന്നിട്ടുണ്ടെന്നാണ് ഇതിന്റെ ഗുണം. സോ ഇതൊക്കെയാണ് ഞാനിപ്പോ ഒരു ലാസ്റ്റ് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 8, 9, 10 വണ്ടിയോളം നിങ്ങൾ കാണിച്ചു തന്നു. താറ് ബൊലേറോ തൊട്ട് നമ്മുടെ ഈ പറയുന്ന ഇത് ടാറ്റയുടെ വണ്ടി ഇതിനു മറ്റേ ഇത് ആ വണ്ടി ടിയാഗോ ഇന്നോവ പോളോ GT അത് ഭയങ്കര ഐക്കോണിക് ആയിരുന്നു ഇതിന്റെ ഉള്ളിൽ. കാരണം നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടക്കുന്നതാണ് പോളോ GT കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ റീലിൽ ഇടാൻ വേണ്ടിയിട്ട്. മേടിക്കാൻ പോലെ റീൽസിൽ ഇടാൻ വരെ നമുക്ക് കിട്ടില്ല. കാരണം മേടിച്ചു കഴിഞ്ഞത് അങ്ങനെ ആരും പെട്ടെന്ന് കൊടുക്കാത്ത ഒരു സാധനമാണ് ഈ പോളോ GT എന്ന് പറഞ്ഞത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഷോറൂമിലത്തെ വിശേഷങ്ങൾ. തുടർന്നുള്ള വീഡിയോസ് കാണാം. ഇനി നമ്മൾ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണ്ടാവും. കീപ് വാച്ചിങ്.